നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ റോസയൊക്കെ പ്രൂൺ ചെയ്യാൻ പോവുകയാണേ. റോസയൊക്കെ ഇങ്ങനെ കാട് പോലെ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് പ്രൂണാക്കി വിടാൻ വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വൈപ്പ് എടുത്തിട്ട് നല്ല ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ചെടികൾ മാറുന്ന സമയത്തും ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെടിയിലുള്ള അസുഖങ്ങൾ മറ്റു ചെടിയിലേക്ക് പോകാതിരിക്കാനും അങ്ങനെയൊക്കെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ ചെടികളും കുടിക്കുന്നതിന് മുമ്പേ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അവസാനം ചെയ്ത് കഴിയുന്ന സമയത്തും നമ്മൾ ഇതുപോലെ തുടച്ച് വയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആയുധങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഒന്ന് തൂത്ത് പറക്കിയെടുക്കുക. ശാഖകളൊക്കെ മുറിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ശാഖകൾ ഉപയോഗിക്കാനും കുറച്ചും കൂടെ ബലത്തിൽ ഉപയോഗിക്കാനും ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഇത് ഉപയോഗിക്കാം. ഇത് രണ്ട് സാധനം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളവർ ഒത്തിരിയൊക്കെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ വലിയ സോയും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എല്ലാ വർഷവും ഞാൻ എൻ്റെ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് കളയുക.
അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസായി പോകുന്നത് കമ്പുകളുണ്ടെങ്കിൽ മുറിച്ച് കളയുക. അതൊക്കെ ഒരു മെയിൻ കാര്യമാണ്. അങ്ങനെ നമുക്ക് ഈ ചെടികളെ എത്ര വലുപ്പത്തിൽ നമുക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നോ അത്രയും വലുപ്പത്തിൽ നമുക്ക് മുറിച്ച് നിർത്തിയാൽ മതി. ഇനി അടുത്ത ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ ഡീഹെഡ് ചെയ്ത് കളയുക. പൂവൊക്കെ പോലെ ആയി വന്നിട്ടുണ്ട് കണ്ടോ, അത് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മുറിച്ച് കളയുക. അതൊരു കാര്യമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കങ്ങനെ മുറിച്ച് കളയാവുന്നതാണ്. ഫ്ലവർ ഹെഡ്സൊക്കെ നമ്മൾ മുറിച്ച് കളയണം, ഇതുപോലെ ഡീഹെഡ് ചെയ്ത് കളയണം. ഇനി നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ലേറ്റ് വിൻ്ററിൽ പ്രൂൺ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ സ്പ്രിങ്ങിൽ ചെടികളൊക്കെ നാമ്പ് വരുമ്പോഴത്തേക്കും അതിലെല്ലാത്തും മൊട്ടോടുകൂടി വരും. അപ്പോൾ നന്നായിട്ട് പൂക്കളോടുകൂടി ആയിരിക്കും എല്ലാ ചെടികളും സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് പൂക്കളോടുകൂടി ആയിരിക്കും വരുന്നത്. അപ്പോൾ ന്യൂസിലൻഡിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കിവിടെ സെപ്റ്റംബർ 1 സ്പ്രിങ് തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത്, ജൂലൈ എൻഡ് തൊട്ട് ഓഗസ്റ്റ് എൻഡ് വരെ നമുക്ക് പ്രൂൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം പ്രൂണിങ് കഴിഞ്ഞെങ്കിൽ നമ്മൾ ചെടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലീഫിലൊക്കെ സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റോസ് ഗൺ ഉപയോഗിച്ച് നമ്മൾ അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഇതൊരു ഡാർക്ക് പിങ്ക് കളറായിട്ടുള്ള റോസഫ്ലവർ പൂക്കളാണ് വരുന്നത്. അതിന് 1-2 ഇതളുള്ളൂ, ഒത്തിരി കട്ടി ഇതളുകളില്ല. അങ്ങനെ 1-2 ഇതളുകൾ വരുന്ന ഒരുമാതിരി വലിയ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. അതുപോലെ തന്നെ അതൊരു കുറ്റിച്ചെടിയായിട്ട് വളരുകയും ചെയ്യുന്നതാണ്. ഇത് ലൈറ്റ് പിങ്ക് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്നതാണ്, വലിയ ഫ്ലവർ ഉണ്ടാകുന്ന റോസയാണിത്. നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ഒത്തിരി ഇതളുകളുള്ള ഫ്ലവർ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഡാർക്ക് പിങ്കിൻ്റെ വലിയ ഇതളുകളുണ്ടാകുന്ന പൂവുണ്ടാകുന്ന ചെടിയായത്. ഇത് രണ്ടും ഏകദേശം ഒരുപോലത്തെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇത് 1 മാസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കളാകും കേട്ടോ. ഇതിന് മുമ്പിൽ ഞാൻ റോസപ്പൂ കൊണ്ട് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോസയുടെ പ്രൂണിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പം ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഇതാണ് കേട്ടോ. നമ്മൾ ഇന്ന് നന്നായിട്ട് ഡീഹെഡൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രൂണൊക്കെ ചെയ്ത് വളമിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല പൂക്കളുണ്ടാകും.